നമസ്കാരം. നമ്മളേറെ ആവേശത്തോടുകൂടി കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 4ാമത്തെ ദിവസമാണ്. 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത്. UDFന് ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷെ നമ്മൾ കേരളീയർ ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം RC വേണോ, KC വേണോ, VD വേണോ എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. AICC നിരീക്ഷകർ പറന്നു വരുന്നു, മാരത്തോൺ ചർച്ച എടുക്കുന്നു, തിരിച്ചു പോകുന്നു. മുമ്പിലും പിറകിലുമായി സുധാകരൻ, ചെന്നിത്തല അടക്കമുള്ള VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ ഡൽഹിയിലേക്ക് കുതിക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ പലതരം കളികളാണ് നമ്മൾ കാണുന്നത്. സാജ, ഇത് എന്താണ് യഥാർത്ഥത്തിൽ? ആര് ഭരിക്കുന്നു എന്നുള്ള, ആര് മുഖ്യമന്ത്രിയാവുന്നു എന്നുള്ളതല്ല. കാരണം UDFന് നല്ലൊരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അവർക്കാർക്ക് മുഖ്യമന്ത്രിയാവാം. പക്ഷേ ഇത് ശരിക്ക് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളെ നോക്കിയുള്ള ഒരു പല്ലിളിക്കലല്ലേ? കാരണം നമ്മൾ മുമ്പൊക്കെ ഒരുപാട് കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം ആ രീതിയിലേക്കുള്ള ഗ്രൂപ്പിസങ്ങളൊന്നും കണ്ടില്ല. കാരണം കരുണാകരനും ആൻ്റണിയുള്ള സമയത്ത് ആൻ്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി പാര വെച്ചിട്ട് രാജിവെപ്പിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടുന്നു. ഇങ്ങനെ ഒരുപാട് കളികൾ നമ്മൾ കണ്ട്. കരുണാകരൻ തന്നെ അവസാനം പരസ്യമായി സർക്കാരിനെ തള്ളിപ്പറയുന്നു. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ അപ്പുറമല്ലേ? ഇപ്പോൾ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണിത്. എന്താണിത് ശരിക്ക് സംഭവിക്കുന്നത്? അല്ല, ഈ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അത് കേരളത്തിലല്ല. കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. ഹൈക്കമാൻഡാണ്. ഇപ്പോൾ ഇവർ തന്നെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ഹൈക്കമാൻഡിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഉള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ, നെഹ്റുവിൻ്റെ ആരെ വിടാം, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലം എടുത്ത് നോക്കിയാലും എല്ലാം ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം എന്താണ്, അവിടെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു, KPC പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതൊന്നും കോൺഗ്രസ്സിലൊരു വിഷയമേ അല്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയായി വരും. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന കുറച്ച് എടുത്തു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ 2018 അവിടെ തിരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നയിച്ചത് സച്ചിൻ പൈലറ്റായിരുന്നു. അന്ന് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. യുവനേതാവ് എന്ന് പറഞ്ഞിട്ടാണ് സച്ചിൻ പൈലറ്റ് വരുന്നത്. അതെ, അന്ന് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വന്നത് അന്ന് അവിടെ AICCയുടെ ആസ്ഥാനത്ത് സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ഗെഹ്ലോട്ടാണ്, അശോക് ഗെഹ്ലോട്ട്. അപ്പോൾ അതാണ്. അതേപോലെ മധ്യപ്രദേശിൽ അവിടെ കോൺഗ്രസിനെ നയിച്ചിരുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയൊക്കെ ആയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി വന്നത് കമൽനാഥാണ്. അതെ, കേന്ദ്രത്തിൽ നിന്ന് വന്ന് കമൽനാഥ് മുഖ്യമന്ത്രിയായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ആരും പറഞ്ഞ ആയിരുന്നുമല്ല അവർ മുഖ്യമന്ത്രിയാക്കിയത് രേവന്ത് റെഡ്ഡിയാണ്. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാക്കി. ഹിമാചൽ പ്രദേശിൽ അവിടെ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് പ്രതിപക്ഷ നേതാവൊന്നുമല്ലായിരുന്നു. ഹൈക്കമാൻഡിന് താല്പര്യമുള്ള സുഖ്വീന്ദർ സിംഗ് അങ്ങനെയാണ് അവർ മുഖ്യമന്ത്രിയാക്കിയത്. കർണാടകത്തിൽ കോൺഗ്രസ് നയിച്ചത് എല്ലാവരും കൂടെ വാഴ്ത്തിയത് DK ശിവകുമാറായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ. ഇതിനൊക്കെ മുമ്പ് ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് തന്നെ വിശ്വസ്തനായിരുന്ന YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹമാണ് ആന്ധ്രയിൽ അന്ന് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ MP-മാരെയൊക്കെ സംഭാവന ചെയ്തത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഈ രാജശേഖർ റെഡ്ഡി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആ ഇതിലെല്ലാം കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ YS ജഗൻ അവിടെ മുഖ്യമന്ത്രിയാണെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അവിടെ ചെന്നു. ജഗനെ ഇവർ അവമാനിച്ചു വിട്ടു. എന്ന് മാത്രമല്ല, ഏറ്റവും അൺപോപ്പുലറായിട്ടുള്ള ഒരാളിനെ അവിടെ, റോസയ്യ അങ്ങനെ ഒരാളിനെ അവിടെ മുഖ്യമന്ത്രിയാക്കി. അതിനെ തുടർന്ന് കോൺഗ്രസ് അവിടെ തകർന്നടിഞ്ഞു. അവിടെ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജഗൻ വലിയ ഭൂരിപക്ഷത്തിൽ വന്നു. അതാണ് ആന്ധ്രയിലെ ഒരു അവസ്ഥ. അസമിൽ ഈ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയി ഉണ്ട്. തരുൺ ഗൊഗോയി കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായിരുന്ന ഒരാളായിരുന്നു ഹിമാന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസ്. ഇപ്പോഴത്തെ BJPയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ തരുൺ ഗൊഗോയി അദ്ദേഹത്തിൻ്റെ മകൻ ഗൗരവ് ഗൊഗോയിയെ പിൻഗാമിയായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. ഇതിനെ തുടർന്നുണ്ടായ ഒരു രസലകളെ തുടർന്നാണ് ഹൈക്കമാൻഡ് ഇയാൾ തന്നെ തരുൺ ഗൊഗോയെ പിന്തുണച്ചു. ഈ ഉരസലിനെ തുടർന്നു ഹിമാന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടുപോവുകയും BJPയിൽ കൊണ്ട് സംസ്ഥാനത്ത് ജ്യോതിരാദിത്യ സിന്ധ്യയും പിന്നെ BJPയിൽ പോകുന്നതാണല്ലോ. അതെ, ജ്യോതിരാദിത്യ സിന്ധ്യയും കൂട്ടരും. അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു, എനിക്ക് രാജ്യസഭാ സീറ്റെങ്കിലും നന്നായി ഞാൻ. അപ്പം ഫലം ഉണ്ടായില്ല. അതേ അവിടെ 10-20 MLA-മാരുമായിട്ട് BJP വിട്ടുപോവുകയും സർക്കാർ താഴെ വീഴുകയും
അവിടെ BJP ഭരണത്തിലേക്ക് സംസ്ഥാനം എത്തുകയും ചെയ്തു. ഈ സച്ചിൻ പൈലറ്റും പോകാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പിടിച്ചു നിർത്തിയതാണ്. പിടിച്ചു നിർത്തി. അത് മാത്രമല്ല പാർട്ടിയെ പിളർത്താനുള്ള ഒരു അംഗം അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ സച്ചിൻ പൈലറ്റിൻ്റെതായ ചില കാരണങ്ങളാൽ. അപ്പോൾ ഇപ്പോൾ വേറെ സംഭവം കൂടെ ഉണ്ട്. ഇപ്പം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ കേരളത്തിലോട്ട് വിടാൻ വേണ്ടിയുള്ള ചില ന്യായങ്ങളൊക്കെ ചില മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരും എഴുതിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ന്യായം പറയുന്നത്, ഈ AICC അധ്യക്ഷനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും 2 ദക്ഷിണേന്ത്യക്കാരാവുന്നത് അത്ര ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ട് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇവർ പറയുന്നതാണ്. കർണാടകക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ AICC സംഘടനാ ചുമതലയിൽ നിന്നും KC വേണുഗോപാലിനെ മാറ്റി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഓണറബിൾ എക്സിറ്റ് കൊടുക്കണം. അതുകൊണ്ട് വളരെ നല്ലൊരു പോസ്റ്റ് എന്ന രീതിയിൽ ഇങ്ങോട്ട് വിടണം. അത് ഒരു ന്യായമാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ഉണ്ടാക്കിയതും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചും എല്ലാം KC ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ഒരു ഇത് കൊടുക്കണം. പിന്നെ പരിചയസമ്പത്ത്, ഇങ്ങനെ കുറേ ന്യായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് പിന്തുടരുന്ന പാരമ്പര്യം നോക്കിയാലും അവരുടെ ഒരു ഹൈക്കമാൻഡിൻ്റെ ഇംഗിതം, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഖാർഗെ പ്രസിഡന്റ്, സോണിയാഗാന്ധി എത്രത്തോളം ഇടപെടുന്നത് കണ്ടറിയണം, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. പിന്നെ അവർ ചിലപ്പം ഇവിടെ ചില ആളുകളൊക്കെ ഉപദേശമല്ല അഭിപ്രായം ചോദിച്ചെന്നിരിക്കും. AK ആൻ്റണി അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ മുൻ PCC പ്രസിഡന്റുമാരുടെയൊക്കെ അഭിപ്രായം പേരിന് ചിലപ്പം ചോദിച്ചെന്നിരിക്കും. എന്നിരുന്നാലും അന്തിമമായിട്ട് അവർ പറയുന്നത് ഇപ്പം എന്താണ് പറയുന്നത്, മുഖ്യമന്ത്രി പദത്തിൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ KC വേണുഗോപാൽ നേരിട്ട് ഇടപെടില്ല. ബാക്കി ചർച്ച ചെയ്തു. പക്ഷേ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അവസാനം രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തന്നെയായിരിക്കും തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഇത് വരുമ്പോൾ ഈ പറയുന്ന പോലെ ഹൈക്കമാൻഡ് അവരുദ്ദേശിക്കുന്ന കരയിൽ തന്നെ വഞ്ചി കൊണ്ട് അടുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കുറേ ആളുകളുടെ ഇവിടുത്തെ കോൺഗ്രസ്സിൽ പട നയിച്ചത് ആരാണ് എന്നൊക്കെ അത് ചിലപ്പം ഇനി എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ളത് നമുക്കറിയാൻ വയ്യ. പക്ഷേ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നത് ഈ ദേശീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം ഉണ്ടായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. പിന്നെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ആര് മുഖ്യമന്ത്രി ആയാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹം ഏറ്റവും സീനിയറാണ്, ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഞാനായിരുന്നു പറയേണ്ടിയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവാവണമെന്നുള്ള വാദം ശക്തമായിട്ടുണ്ട്. ഇന്നലെ ഹൈക്കമാൻഡ് നിരീക്ഷകരൊന്നും നടത്തിയ ആ ഒരു ഇംഗിതം അറിയലിലുള്ള ലിസ്റ്റൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ചെന്നിത്തല പറയുന്ന വേറൊരു വാദം, ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഗവൺമെന്റിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായ ആ സമയത്ത് കൂടുതൽ MLA തൻ്റെ കൂടെ ആയിരുന്നു. പക്ഷേ ആ MLA അംഗം ബലമാണ് നോക്കണമെങ്കിൽ അന്ന് ഞാനായിരുന്നു പ്രതിപക്ഷ നേതാവാണെന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. അതല്ലാതെയാണ് പിന്നെ VD സതീശനാക്കിയത്. അപ്പം പുള്ളി ഇതിലൊരു ഡിസ്പാരിറ്റി കൂടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കാം ഇനിയിപ്പോൾ ആരും. പക്ഷേ കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്ത് ആര് നയിച്ചു ആര് എന്നുള്ളതെന്ന് അവർ നോക്കേണ്ട കാര്യമില്ല. അതാണ് അവരുടെ പാരമ്പര്യം. അപ്പം പലപ്പോഴും ഇതിനെല്ലാം മാനദണ്ഡമായിട്ട് വരുന്നത് അന്തിമമായിട്ട് കോൺഗ്രസ് ഇത്രയും പല സംസ്ഥാനങ്ങളിലും തകർന്നു പോകാൻ തന്നെ കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പ്രാദേശികമായ പിന്തുണയുള്ള നേതാക്കളെ പുറന്തള്ളുകയും ഹൈക്കമാൻഡിൻ്റെ പാർശ്വവർത്തികളെ കൊണ്ട് മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഇരുത്തിയതാണ് കോൺഗ്രസിൻ്റെ. ചില സംസ്ഥാനങ്ങൾ BJPയുടെ കയ്യിലേക്ക് പോകാനും കാരണം അതാണെന്ന്. അതെ. പല സംസ്ഥാനങ്ങളും BJPയിലോട്ട് പോകാൻ കാര്യം BJPയിലേക്ക് അതിനു മുമ്പ് മറ്റു പല പാർട്ടികൾ BJPയിലോട്ട് മാത്രമല്ല മറ്റു പല പാർട്ടികളിലേക്കും സംസ്ഥാനം പോകാൻ ബംഗാളായാലും മറ്റേ നമ്മുടെ കർണാടക പോലും BJPയുടെ കയ്യിലേക്ക് പോയത് കോൺഗ്രസിന്റെ ഈ തമ്മിലടി കൊണ്ടും പിടിപ്പുകൊണ്ടും. അതാണ് കേരളത്തിൽ. പക്ഷേ ഈ LDF വളരെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിൻ്റെ പണ്ടുതൊട്ടേ കോൺഗ്രസിൻ്റെ കളികളുടെ ഒന്നും അതിൻ്റെ ഗഡുതി കേരളത്തിലൊരു വർഗീയയിലോട്ട് പോകാതെ LDF ഇങ്ങനെ പ്രദേശത്ത് ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് ഈ കളിയൊക്കെ ഇവിടെ നടത്താൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ ഈ നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതുപോലെ ഈ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇതെല്ലാം ഈ കോൺഗ്രസിലെ പല ആളുകളെയും കേന്ദ്രം ഈ AICC നേരിട്ട് ചിലരെ കെട്ടിയിറക്കിയതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ BJPയിലേക്ക് പോയ സംസ്ഥാനങ്ങളാണ്. അതെ, ഈ ബീഹാറിൽ ഇതേപോലെ കോൺഗ്രസിൽ അർഹതയുള്ള ആളുകളെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജനകീയ പിന്തുണ ഇല്ലാത്ത ആളിനെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ PCC പ്രസിഡൻ്റൊക്കെ ആക്കിയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ സംഘടന ദുർബലമായതും അവിടെ BJPക്ക് ഒരു മേൽക്കൈ കിട്ടുകയും RJDക്ക് പോലും വേണ്ട പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതുപോലെ രാജസ്ഥാനിൽ തന്നെ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് പോയില്ലെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് കോൺഗ്രസിലോട്ട് പോയി, കൂട്ടക്കൂറുമാരാണ്. പിന്നെ കഴിഞ്ഞ 2023 തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രമുഖരായ ഒരുപാട് കോൺഗ്രസ്സുകാർ BJPയിലോട്ട് പോയി. അവർ പലരും ഇപ്പം BJPയുടെ മന്ത്രിമാരാണ്. പൈലറ്റ് പോയില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒരുപാട് പേര് പോയി. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ചില നിഷ്കളങ്കർ പറയുന്നത്
അത് ചെറിയ അടിയൊക്കെ കോൺഗ്രസ്സിൽ പണ്ടുണ്ടായിട്ടുണ്ട്. അവർ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അതൊക്കെ പരിഹരിച്ച് വളരെ ശക്തമായി. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇവരിൽ ആര് മുഖ്യമന്ത്രിയായി വന്നാലും അതിൻ്റെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനസംഘടന RC വന്നാലും പിന്നെ KC വന്നാലും VD വന്നാലും പ്രശ്നമില്ല. അപ്പം ഏതാണ്ട് ഒരു 4 ദിവസം കൊണ്ട് തന്നെ സംഗതി എന്താണ്, യഥാർത്ഥ ചിത്രം എന്താണെന്ന് പലരും മൂക്കത്ത് വിരൽ വെക്കാണ്. പല UDF ജയിക്കണം എന്ന് ആഗ്രഹിച്ച ചില ആളുകളുടെ ഉള്ളിൽ പോലും ഇപ്പം മുറുമുറുപ്പ് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ അടി നമുക്കിനി കേരളത്തിൽ കാണാമെന്നാണ് തോന്നുന്നത്.